സോവിങ് ഫോർ ബിഗിനേഴ്സിൻ്റെ മൂന്നാമത്തെ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെയും രണ്ടാമത്തെയും വീഡിയോസ് കാണാത്തവർ അത് കാണണം. കാരണം അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ലെസൺ. ഇന്നത്തെ ലെസണിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് മെഷീൻ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നൂലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് വേണ്ടത് കത്രിക, പിന്നെ ഒരു പീസ് ഓഫ് ക്ലോത്ത്, പിന്നെ വേണ്ടത് കുറച്ച് മുട്ട് സൂചിയാണ്. ആദ്യത്തെ ലെസണിൽ ഞാൻ മെഷീൻ സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്നും പിന്നെ സ്ട്രെയിറ്റ് ലൈൻ തയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തുണിയിൽ ലൈൻ വരച്ച് തയ്ച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നത്തെ രണ്ടാമത്തെ ലെസണിൽ ഓരോ ഷേപ്സ്, ട്രയാങ്കിളും സ്ക്വയറും ഒക്കെ തയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം എങ്ങനെയാണെന്ന്. അതിലിന്ന് നമുക്ക് സ്കേർട്ടിനും ഫ്രോക്കിനുമൊക്കെ പടി തയ്ക്കില്ലേ, അത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ പടി തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെറുതായിട്ട് ഈ എഡ്ജൊന്ന് മടക്കും, ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം പിന്നെ പടി എത്ര വീതി വേണോ അത്രയും വീതിയിൽ വീണ്ടും ഒന്നുകൂടെ മടക്കും. ഇപ്പോൾ ചെറിയ പടിയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വീതിയിൽ മടക്കിയാൽ മതി, അല്ലെങ്കിൽ കുറച്ചുകൂടെ വീതിയിൽ. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ചുണ്ട്. ഇത്രയും വീതിയിൽ നമുക്ക് ഈ വീതിയിൽ നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ഇതിങ്ങനെ മടക്കിയതിന് ശേഷം, ആവശ്യമുള്ള രീതിയിൽ മടക്കിയതിന് ശേഷം നമ്മൾ ഈ പ്രഷർ ഫുട്ടിൻ്റെ അടിയിലേക്ക് തുണി വെച്ചു. എന്നിട്ട് ഹാൻഡ് വീൽ തിരിച്ചിട്ട് നീഡിൽ മുമ്പോട്ട് കൊണ്ടുവന്ന് കറക്റ്റ് ഈ എഡ്ജിൻ്റെ ഈ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ സൂചി ഇറക്കി വയ്ക്കുക. തുണിയുടെ മടക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നൂല് ഇറക്കി വെച്ചു. എന്നിട്ട് പ്രഷർ ഫുട്ട് താഴ്ത്തി. തയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കണം, നൂല് രണ്ടും ഇങ്ങനെ ബാക്കിലേക്ക് ഇട്ട് വെക്കണം. രണ്ട് നൂലും ബാക്കിലേക്ക് ഇട്ട് വെക്കണം. കുറച്ച് ഇനഫ് നീളം ഇവിടെ ഇട്ടിരിക്കണം. എന്നിട്ട് ബാക്കിലേക്ക് ഇട്ട് വെച്ചിരിക്കണം. ഇനി ഈ മടക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുറച്ച് മുട്ട് സൂചി അതിൽ കുത്താൻ പോവാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ശരിക്കും കോൺഫിഡൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വേണ്ടി മാത്രം ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെ കുറേ മുട്ട് സൂചി ഇങ്ങനെ കുറച്ച് കുത്തി വയ്ക്കുക. ഇനി നമുക്ക് മെഷീൻ ചവിട്ടി തുടങ്ങാം. ഇവിടെ അടുത്തെത്തി കഴിയുമ്പോൾ ഇത് ഊരുക. അടുത്തെത്തി കഴിയുമ്പോൾ വീണ്ടും അടുത്തത് ഊരുക. വീണ്ടും അടുത്തത് ഊരുക. ഇതിൻ്റെ മടക്കിൻ്റെ എഡ്ജ് തന്നെ നോക്കി തയ്ക്കണം. അതാണ് ഈ മടക്ക് തയ്ക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മടക്കി വെച്ചിരിക്കുന്നതിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ തയ്ക്കുക എന്നുള്ളത്. അപ്പോൾ മാത്രമേ സ്റ്റിച്ച് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുള്ളൂ. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ മുട്ട് സൂചികൾ ഇങ്ങനെ കുത്തി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. മുട്ട് സൂചി കുത്തി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് നമ്മുടെ മടക്കിൻ്റെ വീതി മാറിപ്പോകരുത്. കറക്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്ര വീതിയായിരുന്നു ആ കറക്റ്റ് വീതി തന്നെ ഇവിടെയും വരണം. എന്നിട്ട് ബാക്കി ഇവിടെ തയ്ക്കുക. ഇനി മുട്ടുസൂചി ഇല്ലാതെ നല്ലതായിട്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടുസൂചി ഇല്ലാതെ തന്നെ നമുക്ക് തയ്ച്ച് തന്നെ പോകാം. അത് കറക്റ്റ് ഇവിടുത്തെ വീതിയിൽ തന്നെ ഇവിടെയും മടക്കി വെച്ചു. എന്നിട്ട് പതുക്കെ തയ്ച്ച് പോവുക. ആ എഡ്ജിൽ കൂടെ തന്നെ നോക്കി വേണം തയ്ക്കാനായിട്ട്.
ഇങ്ങനെ വീണ്ടും ബാക്കി കൂടെ തയ്ക്കാം. പ്രാക്ടീസ് ആകുന്നവരെ മുട്ടുസൂചി വെച്ച് തന്നെ തയ്ച്ച് പോകാം കേട്ടോ. അതിന് ശേഷം നല്ല കോൺഫിഡൻസ് ആയതിന് ശേഷം മാത്രം ഇങ്ങനെ തയ്ച്ചാൽ മതി. ഓക്കെ, പ്രഷർ ഫുഡ് പൊക്കി തുണി ലൂസാക്കി എടുത്തു. എന്നിട്ട് കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ കാണാം എഡ്ജിൽ കൂടെ, കറക്റ്റ് എഡ്ജിൽ കൂടെ തന്നെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യം വരുന്നതാണ്. സ്കേർട്ടും ഫ്രോക്കും ഒക്കെ തയ്ക്കുമ്പോൾ പടി മടക്കി വയ്ക്കുന്നതും കൈയുടെ പടി മടക്കി വയ്ക്കുന്നതും ഒക്കെ ഇതിന് ഒരുപാട് ആവശ്യം വരുന്നൊരു കാര്യമാണിത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഡ്രസ്സുകളുടെ കയ്യ് കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ ആവശ്യം വരുന്നൊരു കാര്യമാണ് ഇങ്ങനെ കുറച്ച് കേർവ്ഡായിട്ട് തയ്ക്കുക എന്നുള്ളത്. ഇങ്ങനെ കേർവ്ഡായിട്ട് തയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു ഡിസൈൻ ഇങ്ങനെ കേർവ്ഡായിട്ട് വരച്ചിട്ടുണ്ട്. ആദ്യം ആ ഡിസൈനിൽ കൂടെ ഒന്ന് തയ്ച്ച് നോക്കുക, കുറച്ച് കേർവ്ഡായിട്ട് തയ്ച്ച് നോക്കുക. അതിനായിട്ട് ആദ്യം തന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ ഫുഡ് പ്രഷറിൻ്റെ അടിയിൽ കറക്റ്റ് ലൈനിൻ്റെ താഴെ തന്നെ നീഡിലിൻ്റെ ടിപ്പ് വരുന്ന മാതിരി അവിടെ വെച്ചു. നീഡിൽ ഇറക്കി കറക്റ്റ് അതിൻ്റെ ടിപ്പിൽ വെച്ചു. എന്നിട്ട് പ്രഷർ കുത്തി താഴ്ത്തി ഇനി ആ കർവിൽ കൂടെ തന്നെ നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. തുണി പതുക്കെ ചെരിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ആ കറക്റ്റ് ആ വര ഫോളോ ചെയ്ത് തന്നെ വേണം വരാനായിട്ട്. അപ്പോൾ കറക്റ്റ് ആ സ്റ്റിച്ച് നമ്മുടെ കറക്റ്റ് നമ്മൾ വരച്ച ലൈനിൽ കൂടെ തന്നെ കറക്റ്റ് ആ സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഇതും വളരെ അത്യാവശ്യം വരുന്ന ഒരു സ്റ്റിച്ചാണിത്. ഇതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇനി ഇതിപ്പോൾ കറക്റ്റ് ലൈനിൽ കൂടെയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇനി റിയൽ സിറ്റുവേഷനിൽ നമ്മൾ കഴുത്ത് അല്ലെങ്കിൽ കൈ തയ്ക്കുമ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെയാണ് തയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഭാഗം ഞാനിവിടെ കട്ട് ചെയ്യാൻ പോവാണ്. തുണി കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കത്രിക തുണി കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, വേറെ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. അത് പിന്നെ അതിൻ്റെ തുണി കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊന്നും വരില്ല. ഇനി ഇതിൻ്റെ എഡ്ജ് മടക്കി വെച്ച് ഇങ്ങനെ തയ്ക്കാൻ നോക്കാം. ഇതിങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ തുണി വലിച്ചിങ്ങനെ സ്ട്രെച്ച് ചെയ്യരുത്. കറക്റ്റ് സോഫ്റ്റായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എഡ്ജിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് വെച്ചിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു മുട്ട് സൂചി കുത്താം. ഇനി അത് കറക്റ്റ് മടക്കിയ ആ എഡ്ജ് കറക്റ്റ് നീഡിലിൻ്റെ താഴെ വയ്ക്കുക. എന്നിട്ട് പ്രഷർ ഫുട്ട് താഴ്ത്തുക. ഇനി ഈ കുറച്ച് ഭാഗം കൂടെ മടക്കി നമുക്കിവിടെ വയ്ക്കാം. ഇങ്ങനെ മടക്കുമ്പോൾ തുണി സ്ട്രെച്ച് ചെയ്യരുത്. സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേവെല്ലാം പോകും, ആ ഷേപ്പ് കിട്ടില്ല. നമുക്ക് വേണ്ടത് ഷേപ്പാണ്. അതുകൊണ്ട് ആ ഷേപ്പിൽ തന്നെ ഫോളോ ചെയ്യണം. ഷേപ്പ് പോകാതെ തന്നെ ആ മടക്ക് ഇങ്ങനെ തന്നെ കറക്റ്റ് വെച്ചിട്ട് കീപ്പ് ചെയ്യണം. ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഇനി ആദ്യത്തെ മുട്ടുസൂചി എടുത്ത് മാറ്റിയിട്ട് നമ്മൾ പതുക്കെ തയ്ക്കാൻ തുടങ്ങാം. ആ എഡ്ജ് നോക്കി വേണം തയ്ക്കാനായിട്ട്. ഇത് എത്തിക്കഴിയുമ്പോൾ അടുത്ത് മുട്ടുസൂചി എടുക്കാം.
തുണി പതുക്കെ തിരിച്ചു കൊടുക്കണം ഇങ്ങനെ. തുണി തിരിച്ച് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് സ്പീഡ് കുറയ്ക്കാം. ഇപ്പം നമ്മൾ ഇതായിരിക്കും ഇതിൻ്റെ ഔട്ട് സൈഡ് നോക്കുമ്പോൾ ഇത് കറക്റ്റ് കേർവ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുണി സ്ട്രെച്ച് ചെയ്തിട്ട് തയ്ച്ചിരുന്നുണ്ടെങ്കിൽ ഈ കേർവ് നമുക്കിവിടെ കിട്ടില്ല. അപ്പോൾ കേർവ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം തയ്ക്കാനായിട്ട്. ഇനി നമുക്ക് സ്കേർട്ടിനും ഫ്രോക്കിനും ഒക്കെ ഞൊറിവ് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഞൊറിവ് നമുക്ക് ചെയ്ത് നോക്കാം. അതിന് ആദ്യം ഏറ്റവും ചെറിയ ഒരു സാധാരണ യൂഷ്വൽ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഈ സൈസാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള ഞൊറിവ് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ മുട്ട് സൂചി ഉപയോഗിച്ചിട്ട് നമുക്കതിനെ സ്റ്റെബിലൈസ് ചെയ്ത് വയ്ക്കാം. അവിടെ വെച്ച് എന്നിട്ട് രണ്ടാമത്തെ ഞൊറിവ് മടക്കുമ്പോൾ ആദ്യത്തേതിൻ്റെ അതേ വീതിയിൽ തന്നെ വേണം മടക്കാനായിട്ട്. ഇങ്ങനെ കുറച്ച് ഞൊറിവുകൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് പ്രഷർ ഫുട്ടിൻ്റെ അടിയിൽ തുണി വെച്ച് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ആദ്യത്തെ മുട്ട് സൂചി എടുത്ത് മാറ്റാം. എന്നിട്ട് പതുക്കെ നമ്മൾ തയ്ക്കാൻ തുടങ്ങുക. അടുത്ത മുട്ട് സൂചി എടുത്ത് മാറ്റുക. ഇങ്ങനെ പ്രാക്ടീസിന് വേണ്ടത്രയും സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ട ഓരോ ഞൊറിവിനും ഒരേ സെയിം വീതി തന്നെയാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീതി മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരേ വീതിയിൽ തന്നെ വേണം ഓരോ ഞൊറിവും പോകാനായിട്ട്. ഇനിയിപ്പോൾ കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ ഞൊറിവും ഇവിടെ കൈകൊണ്ട് തന്നെ മടക്കി വെച്ച് ഇങ്ങനെ തയ്ച്ച് പോകാവുന്നതാണ്. ഇങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഞൊറിവാണിത്. ഇതിങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതും എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു കോട്ടൺ തുണി എടുത്തിട്ട് വേണം കേട്ടോ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പിന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും വീഡിയോ കാണാത്തവർ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.